9th standard Maths second chapter new numbers textbook exercise question number 1. We have seen in class 8 that any odd number can be written as the difference of two perfect squares. Use this to draw squares of area 7 square centimeter and 11 square centimeters. What are the length of the sides of these squares? 7 square centimeters ഉള്ള ഒരു സ്ക്വയറും 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയറാണ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Any odd number can be written as the difference of two perfect squares. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്പർ വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ്. എക്സ് ഈക്വൽ ടു 7 ആയിട്ട് നമ്മൾ എടുത്താൽ കാൽക്കുലേഷൻ വരുമ്പോൾ 7 + 1/2 ഹോൾ സ്ക്വയർ മൈനസ് 7 മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 7. Okay, 7 + 1 8, 8/2 whole square minus 6/2 whole square equal to 7. Then 8/2 equal to 4. So 4 square minus 3 square equal to 7. Okay, so നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ഏതാണെന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പോർഷനായിട്ട് എടുത്താൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോട്ടനസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടനസും ഓൾട്ടിറ്റ്യൂഡും ബേസും അതിൻ്റെ ഒരു പൈത്തഗോറസ് തിയറം അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇതിൽ നമ്മളൊരു റൈറ്റ് ട്രയാങ്കിളിന് പേര് കൊടുത്തിട്ടുണ്ട് ABC. സോ AC സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. സോ we will get AC equal to √7 cm. AC √7 cm ഇതിൽ ഏരിയ ഓഫ് സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 7 cm സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഓഫ് എ സ്ക്വയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? √7. ഇനി ഇതിൻ്റെ സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ക്വയർ വരയ്ക്കുമ്പോൾ നമുക്ക് √7 ആണ് സൈഡായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളാണ് ആദ്യം വരയ്ക്കേണ്ടത്. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് 90 ഡിഗ്രിയിൽ ആംഗിൾ വരയ്ക്കാം. ദെൻ ബേസ് 3 സെൻറ്റിമീറ്റർ ബേസ് കോമ്പസിൽ മാർക്ക് ചെയ്തിട്ട് 3 സെൻറ്റിമീറ്റർ വരയ്ക്കാം. 3 cm. ദെൻ ഇവിടെ നിന്ന് ഹൈപ്പോട്ടനസ് 4 cm ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോമ്പസിൽ 4 cm എടുത്തിട്ട് ഇവിടേക്ക് മാർക്ക് ചെയ്യുക. 4 cm ജോയിൻ ചെയ്യുക. ഇവിടെ 4 cm. ദെൻ നമുക്കിവിടെ കിട്ടുന്നത് ഓട്ടോമാറ്റിക് എത്ര തന്നെയായിരിക്കും? ഹൈപ്പോട്ടനസും ബേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയായിരിക്കും? √7 cm ആയിരിക്കും. ഇനി നമുക്ക് സ്ക്വയറിൻ്റെ ഒരു സൈഡ് √7 cm ആണ്. അപ്പോൾ കോമ്പസിൽ ഈ പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആർക്ക് കൊടുക്കുക. അതുപോലെ ഈ സെയിം √7ൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിൽ നിന്നും ഈ സെയിം √7ൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. ഇനി ജോയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഓരോ സൈഡും എത്രയായിരിക്കും? √7 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ 11 സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർസിൻ്റെ ഡിഫറൻസിൻ്റെ ഫോർമുല വെച്ചിട്ട് തന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ഫോർമുല? x + 1/2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1
ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 11 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 11 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 11 മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 11. 11 പ്ലസ് 1 ഈക്വൽ ടു 12. 11 minus 1 equal to 10. So 12 by 2 whole square minus 10 by 2 whole square equal to 11. Then we will get 6 square minus 5 square equal to 11. So these are the perfect square differences. ഇനി നമ്മളൊരു റൈറ്റ് ട്രയാങ്കിളുടെ പാർട്ടായിട്ട് എടുക്കുമ്പോൾ എ ബി സി എന്ന് പേര് കൊടുത്തു. എ ബി ഈക്വൽ ടു 5 കൊടുത്തു. വലിയ പാർട്ട് അല്ലേ, വലിയ പാർട്ടാണ് 6 വരെ. അപ്പോൾ ബി സി ഈക്വൽ ടു 6 കൊടുത്തു. അപ്പോൾ ഇതിൽ ഏത് ഫോമിൽ നമുക്ക് വേണ്ടത്? നമുക്ക് എ സി ആണ് വേണ്ടത് അല്ലേ. എ സി എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എ സി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അപ്പോൾ എ സി സ്ക്വയർ ഈക്വൽ ടു 36 മൈനസ് 25 ഈക്വൽ ടു 11. സോ എ സി ഈക്വൽ ടു റൂട്ട് 11. എ സി ഏരിയ സ്ക്വയർ ഈക്വൽ ടു 11 cm സ്ക്വയർ അല്ലേ. 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരിക? റൂട്ട് 11 ആയിട്ടാണ് വരിക. ഇനി നമ്മളിത് എങ്ങനെയാണ് പിക്ചറായിട്ട് വരിക നോക്കാം. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? 5 cm ബേസ് 5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുക, ജോയിൻ ചെയ്യിക്കുക 6 cm. സോ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടുന്നത് എത്രയായിരിക്കും? റൂട്ട് 11 ആയിരിക്കും. ഇനി ഈ റൂട്ട് 11 ഈ പോർഷൻ മെഷർമെൻറ്റ് കോമ്പസിലെടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക, നീട്ടി വരയ്ക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്നത് റൂട്ട് 11 ആയിരിക്കും. സെയിം റൂട്ട് 11 ഇതേ മെഷർമെൻറ്റ് എടുത്തിട്ട് മുകളിലേക്ക് ആർക്ക് കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും അതേ മെഷർമെൻറ്റിൽ കൊടുക്കുക, ജോയിൻ ചെയ്യിക്കുക. നമുക്ക് കിട്ടുന്ന ഈ പോർഷൻസ് എത്രയായിരിക്കും? റൂട്ട് 11 ആയിരിക്കും. ഓക്കെ.